ചേച്ചി, നിങ്ങൾ പ്രശ്നത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ചേച്ചിയുടെ പ്രശ്നം ആരടുത്തും പറയാത്തത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരുടെയും ദുഃഖം നിങ്ങളുടെ ദുഃഖമാക്കി മാറ്റുന്നു. പക്ഷെ നിങ്ങളുടെ വേദന ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചി സന്തോഷം പറയുമ്പോൾ കൂടുകയും വിഷമങ്ങൾ പറയുമ്പോൾ അത് കുറയുകയും ചെയ്യൂ എന്ന് ചേച്ചിക്ക് അറിയാലോ. എന്തുകൊണ്ട് ആരോടൊന്നും ഷെയർ ചെയ്യാതെ എന്തിനാ ഇങ്ങനെയെല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്നത്? ദിശ, നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് നിർത്തി ചേച്ചി. എന്തുമാത്രം കള്ളം പറയുന്നു നിങ്ങൾ. പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ ഈ കുടുംബത്തിൽ ഒരു അംഗമായി കാണും? അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും നിങ്ങൾ എന്നെ ഒരിക്കലും സ്വന്തമായി കരുതിയില്ലെന്ന്. എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാ ചേച്ചി ഒന്നും തുറന്ന് പറയാത്തതെന്ന്. ഞാൻ ആരും അല്ലാത്തതുകൊണ്ടല്ലേ ചേച്ചി എന്നോടൊന്നും പറയാത്തത്. ചേച്ചിക്ക് തോന്നിക്കാണും പാവ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഇവിടെ അനിയത്തിയാക്കി മാറ്റാന്ന്. അവള് നിങ്ങളുടെ നാത്തൂനല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടുത്ത് നിർത്താതെ മാറ്റി നിർത്തുന്നത്. ദിശ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന? ഞാൻ എന്തിനെന്നോ? ബുൾബുൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി അവളോട് ഇത് തന്നെ പറയുമായിരുന്നോ? ചേച്ചിയുടെ അമ്മ എന്നെ മകളായിട്ട് കണ്ടു കഴിഞ്ഞു. പ്രണവ് എന്നെ കല്യാണവും കഴിച്ചു. വീട്ടുകാരെന്നെ അംഗീകരിക്കുകയും ചെയ്തു. എന്താ ഞാൻ നിങ്ങളുടെ ബുൾബുൾ ആവാനായി മരിച്ചിട്ട് വീണ്ടും ജനിച്ചു വരണോ? അങ്ങനെ ഒരു രക്തബന്ധം ഉണ്ടായാലേ ചേച്ചി എന്നോടെല്ലാം ഷെയർ ചെയ്യുള്ളൂ. പ്ലീസ് ദിശ, ഇങ്ങനൊന്നും പറയാതെ. ഞാൻ നിന്നെ പരിചിതയായിട്ടൊന്നും കരുതുന്നില്ല കുട്ടി. ഞാൻ നിന്നെ സ്വന്തമായി കരുതിയ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞ്. എങ്കിലൊന്ന് പറയൂ, എന്താ കാര്യമെന്ന് പറയുന്നേ. പിന്നെ എന്തുകൊണ്ടാ ചേച്ചി എല്ലാവരിൽ നിന്നും ഒളിക്കുന്നത്? ദിശ, എനിക്കൊരാഗ്രഹവും ഇല്ല എല്ലാവരിൽ നിന്നും പലതും ഒളിപ്പിക്കണമെന്ന്. പക്ഷെ ഈ കാര്യം ഞാൻ ആരുടെങ്കിലും അടുത്ത് പറഞ്ഞ് ഇത് വീട്ടിൽ വളരെ വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കും. അത് വലിയ നാശം വിതയ്ക്കും. സത്യമാണ്. എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്നും പോസിബിളായ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും നേരിട്ടിട്ടുണ്ട്. ഈ വീടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എന്റെ ഭർത്താവിനെ രക്ഷിക്കാനായി എല്ലാം ശ്രമിച്ചു. ഞാൻ എന്റെ ജീവൻ വരെ പണയം വെച്ച് കളിച്ചിട്ടുണ്ട്. പലപ്പോഴും എല്ലാം ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായി എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് സാധിച്ചില്ല. അവരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു ദിശ. ഇത്തവണ ഞാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ കാൽക്കൽ വീണ് കിടക്കുക. എല്ലാം എന്റെ കൺമുന്നിലാ നടക്കുന്ന ദിശ. പക്ഷെ എനിക്കൊന്നും ചെയ്യാനാവുന്നില്ല. മിണ്ടാതെ നിൽക്കുക. ഞാൻ തോറ്റുകൊടുത്തു ദിശ. ഞാൻ തോറ്റുപോയി. എല്ലാം തീർന്നു പോവാ ദിശ. പിന്നെ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ, എല്ലാം ശരിയാക്കാൻ അവസാനമായി ഒരു ശ്രമം നടത്തി നോക്കാന്ന് വിചാരിച്ചതാ. ഇന്ന് രാത്രിയും കൂടെ ഉള്ളൂ. നാളെ എല്ലാം അവസാനിച്ചു പോവും. ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കില്ല. മുഴുവൻ ഫാമിലിയും നശിച്ചു പോവും. ഈ വീട് ഇവിടെ ഉണ്ടാകും, പക്ഷെ ഫാമിലി ഉണ്ടാവില്ല. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഹരം ഏൽക്കും. വലിയൊരു മുറിവുണ്ടാകും. എല്ലാവരുടെ ഹൃദയം തകരും. എല്ലാം നശിച്ചു പോകാൻ തുടങ്ങുക ദിശ. എന്നിട്ടും ആർക്കും അതറിയില്ല. ആരും ഒന്നും അറിയുന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്ന ചേച്ചി? നാളെ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത് ചേച്ചി? ഇത്രമാത്രം വിഷമിക്കാനായി പറയൂ ചേച്ചി. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്ലീസ് ഒന്നും ഒളിപ്പിക്കാതിരിക്കൂ. ശരി ചേച്ചി, ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾക്കെല്ലാം അറിയാം, നാളെ എന്തോ സംഭവിക്കാൻ പോകുന്നു. പിന്നെ എല്ലാവരും ചോദിക്കും എന്താണ് കാര്യമെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. പ്ലീസ് ദിശ, അങ്ങനെ ചെയ്യരുത്. പിന്നെ പറയൂ ചേച്ചി, എന്താണ് കാര്യമെന്ന്. ഇപ്രാവശ്യം ചേച്ചി എന്നോടൊന്നും പറയാതെ ചേച്ചി ഒരിടത്തേക്ക് ഞാൻ വിടില്ല. നാളെ ആലിയ വളരെ വലിയൊരു തെറ്റ് ചെയ്യാൻ പോവാണ്. അവള് ഈ വീട് മുഴുവൻ നശിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്ലാൻ? അത് അവൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും അവളുടെ പേരിലാക്കാൻ പോവാണ്. അവൾ പ്രോപ്പർട്ടീസിന്റെ എല്ലാ പേപ്പറിലും അദ്ദേഹത്തിന്റെ സൈൻ വാങ്ങിച്ചു. അതും ചതിയിലൂടെ ചെയ്ത ദിശ. അദ്ദേഹത്തിന്റെ ഈ വീട്, മൂന്നാറിലുള്ള അദ്ദേഹത്തിന്റെ ബംഗ്ലാവ്, ദില്ലിയിലും മുംബൈയിലും ഉള്ള ഓഫീസുകൾ, അദ്ദേഹത്തിന്റെ എല്ലാ ജോലിയും, ഇൻവെസ്റ്റ്മെന്റ്, ഷെയർസ്, വണ്ടികളെല്ലാം എല്ലാം ആലിയുടെ പേരിലാക്കും. പിന്നെ നാളെ ഇതെല്ലാം അവൾ അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാ. അവളൊന്നും വിട്ടിട്ടില്ല, അദ്ദേഹത്തിനൊന്നും ബാക്കി വെച്ചിട്ടില്ല. പിന്നെ ഒരു തവണ ഇതെല്ലാം അവളുടെ പേരിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ
അവളെ നമ്മളെല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആലിയ ഈ വീടിന്റെ സ്വന്തം മകളല്ലേ? അവൾ അഭിയേട്ടന്റെ അനിയത്തിയാണ്. അവളിതൊക്കെ ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? ഞാൻ ആലിയും തനു സംസാരിക്കുന്നത് കേട്ടു. അവര് രണ്ടുപേരും ഇത് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ കേട്ടതാ ആലി ഇതൊക്കെ അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാണെന്ന്. എനിക്ക് ഇന്ന് രാത്രി മാത്രമേ സമയമുള്ളൂ. നാളെ എല്ലാം അവസാനിക്കും ദിശ. നാളെ എല്ലാവരും വഴിയിലാകും. അതുകൊണ്ട് ചേച്ചി ഇപ്പോ എന്ത് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു? എനിക്കറിയാം ആലി ആ പേപ്പേഴ്സ് ഒക്കെ അവളുടെ മുറിയിൽ അവളുടെ അടുത്ത് വെച്ചിരിക്കുകയാണെന്ന്. റൂമിലേക്ക് പോവായിരുന്നു ഞാൻ ആ പേപ്പേഴ്സ് കത്തിക്കാനായി. കാരണം ആ പേപ്പേഴ്സ് കത്തിപ്പോയാ പിന്നെ അവൾക്ക് അതുകൊണ്ടൊന്നും ചെയ്യാനാവില്ല. ചേച്ചിയുടെ ഈ ശ്രമത്തിന് ഞാൻ എപ്പോഴും കൂടെയുണ്ട്. പക്ഷെ ദിശ നീ എന്തുകൊണ്ടില്ല ചേച്ചി? എനിക്ക് വീടിനോട് ഒരു ബന്ധവുമില്ലേ. ഇത്രയും നാളെ ഒന്നും അറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് എനിക്ക് എങ്ങനെ സുഖമായി ഉറങ്ങാൻ സാധിക്കും? എന്നെ സ്വന്തം മകളും മരുമകളുമായി കരുതിയ കുടുംബത്തെ ഇത്രയും വലിയ പ്രശ്നത്തിലാകാൻ ഞാൻ എങ്ങനെ സമ്മതിക്കും? ചേച്ചി, നിങ്ങൾ എന്നെ ഏത് ബന്ധത്തിലൂടെ കണ്ടാലും, അത് നാത്തൂനായാലും അല്ലെങ്കിൽ കൊച്ചനിയത്തി ആയാലും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തിയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ചേച്ചി. പ്ലീസ്, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. ഇത്രയും നാൾ പ്രണവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത് ആലി ഇപ്പൊ ഉറങ്ങായിരിക്കില്ലേ. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ പേപ്പേഴ്സ് ഒക്കെ അവളുടെ റൂമിൽ തന്നെ ഉണ്ട്. നമുക്ക് പോയിട്ട് ആ പേപ്പേഴ്സ് എങ്ങനെയെങ്കിലും കത്തിച്ച് കളയണം. എന്റെ കയ്യിലെ ടോർച്ചല്ലേ. അവൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ഇത് വെച്ച് അവളുടെ തലക്കടിച്ച് അവളെ ബോധം കെടുത്താം. അല്ലാതെ വേറെ വഴിയില്ല. പേപ്പേഴ്സ് കത്തിക്കേണ്ടത് അത്യാവശ്യം. പക്ഷെ ഇത് വളരെ റിസ്ക് ആണ് ചേച്ചി. ഇനി എന്തെങ്കിലും തെറ്റുപറ്റി ആലിയ എഴുന്നേറ്റാൽ, ആലിയ ചേച്ചീനെ എങ്ങാനും കണ്ടാൽ അവൾ ഉറപ്പായി നിങ്ങളുടെ ശത്രുവായി മാറും. നമുക്കിങ്ങനെ ചെയ്യാം. ആ പേപ്പേഴ്സ് നമ്മുടെ കയ്യിലെത്തണം. പക്ഷെ അത് ഒരിക്കലും ആലിയ അറിയാനും പാടില്ല. പക്ഷെ ദിശ, നമ്മൾ ആ പേപ്പേഴ്സ് കത്തിച്ച ആലിയ ഉറപ്പായി എഴുന്നേറ്റ് നമ്മളെ കാണില്ലേ? ഇപ്പോൾ നമുക്ക് ആലിയ എണീക്കുന്നു തോന്നിയാൽ നമ്മൾ അവളെ അപ്പോൾ തന്നെ ബോധം കെടുത്തും. പക്ഷെ ടോർച്ച് കൊണ്ടല്ല. എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. എന്റെ ഗ്രാമത്തിലെ ഒരു മരുന്നാണ്. അതുപയോഗിച്ച് നമ്മൾ അവളെ ബോധം കെടുത്തും. കാരണം അവൾ ഇനി രാവിലെ എഴുന്നേറ്റാലും അവൾക്ക് ഓർമ്മ പോലും കാണില്ല രാത്രി എന്താണ് സംഭവിച്ചതെന്ന്. എങ്ങനത്തെ മരുന്ന്? അസുഖമുള്ള മൃഗങ്ങളെ ടെമ്പററി ആയിട്ട് ബോധം കെടുത്താൻ കൊടുക്കുന്ന മരുന്നാ. അത് ഉപയോഗിച്ചു കഴിയുമ്പോൾ അവരുടെ ബോധം മുഴുവനായിട്ട് പോവും. നമുക്ക് ആലിയ അത് മണപ്പിച്ച് ആലിയയുടെ ബോധം കെടുവല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ സാധിക്കും. ഈ സമയം നീ ചേച്ചി, ഞാൻ കിച്ചണിൽ പോയി ഉണ്ടാക്കി കൊണ്ടുവരാം. ചേച്ചി ഇവിടെ തന്നെ ഇരിക്കും. ദിശ, താങ്ക് യു. യെസ്. ദിശ, നീ ആലയുടെ മേലൊരു കണ്ണു വയ്ക്ക. ഞാൻ പേപ്പേഴ്സ് നോക്കാം. ശരി ചേച്ചി, ഇവളെ ബോധം കെടുത്തിയാലോ? ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോ ചെയ്താ മതി. ഇപ്പൊ നീ അവളെ ശ്രദ്ധിക്ക്. ശരി. ആരാത്? ആരാ അവിടെ? ആരാത്? ആരാ? ഓ നോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ആലിയുടെ മുന്നിൽ പോകാനുള്ള റിസ്ക് പോലും എടുക്കാൻ പറ്റില്ല.
അവൾ എന്നെ കണ്ട വലിയ പ്രോബ്ലം ആവും. പ്ലീസ് പ്ലീസ് ദിശ, അവിടുന്ന് മാറരുതേ. ഇല്ല, പ്ലീസ് ഇല്ല. താങ്ക് ഗോഡ്, വേറെ ഒരു സ്വപ്നമായിരുന്നു അത്. അല്ലെങ്കിൽ ശരിക്കും എനിക്ക് തോന്നിയത് പ്രിയ ഞങ്ങളുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആക്കിയെന്നാ. എന്നിട്ട് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. എൻ്റെ ദൈവമേ, സ്വപ്നം കാണിക്കുകയാണെങ്കിൽ കാണിച്ചോ, പക്ഷെ മരിച്ച ആൾക്കാരെ എന്തിനാ കാണിക്കുന്നേ? ആദ്യം ഉറക്കം വരുന്നില്ലായിരുന്നു, പിന്നെ ഉറക്കം വന്നപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും. എന്നിട്ട് എൻ്റെ ഉറക്കം തന്നെ പോയി. ഒരു മിനിറ്റ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേട്ടില്ലേ? അതെവിടുന്ന വന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ ദിശ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തുപറ്റി? പേപ്പേഴ്സ് കിട്ടിയോ? നന്നായി ഇവളെ നമ്മളെ കാണാത്തത്. കണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ചേച്ചി പോയി പേപ്പേഴ്സ് കണ്ടുപിടിക്കുക. പക്ഷെ ദിശ, ഞാൻ ഞാൻ നോക്കിക്കോളാം. ചേച്ചി പൊയ്ക്കോ, പൊയ്ക്കോ. എന്തോ ഒരു ശബ്ദം കേട്ടു. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാനല്ലാതെ മറ്റാരോ ഈ വീട്ടിൽ ഉണർന്നിരിക്കുന്നു എന്നാ. പക്ഷെ ആരാ? ആലി ഉറങ്ങിയതല്ലേ? ഓ ഗോഡ്, എന്താ മനസ്സിന് ഇത്ര വെപ്രാളം തോന്നുന്നേ? നാളെ എത്ര നല്ല ദിവസമാണ്, എന്നിട്ട് ഇപ്പം തന്നെ അസ്വസ്ഥത തോന്നുന്നു. ഒരു പ്രാവശ്യം ആലിയുടെ റൂമിൽ പോയി ചെക്ക് ചെയ്യാം. ചിലപ്പോൾ അവളും എന്നെ പോലെ ചീത്ത സ്വപ്നം കണ്ടിട്ട് പേപ്പേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ, ഇനി ഈ സ്വപ്നം എത്ര മോശമായാലും നാളെ രാവിലെ ഞങ്ങൾക്ക് എല്ലാം നല്ലത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇവള് നല്ല സ്ട്രോങ്ങും ആണ്, ഭയങ്കര ഭാരമുണ്ട്. നേരത്തെ കയ്യിൽ നിൽക്കില്ലായിരുന്നു. പക്ഷെ നന്നായി, ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ ജോലി പകുതിയിൽ വിട്ടില്ലല്ലോ, എങ്കിലെല്ലാം പ്രശ്നമായേനെ. ചേച്ചി, ചേച്ചി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ചേച്ചി പ്ലീസ് പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്തായാലും എല്ലാവരും ഉറങ്ങുകയാണ്. പക്ഷെ ഇപ്പൊ ആരെങ്കിലും ഉണർന്നാൽ നമ്മുടെ മുഴുവൻ പ്ലാൻ ഫ്ലോപ്പ് ആവും. ഈ വീടെന്താ ഇത്ര ശാന്തമായിട്ടിരിക്കുന്നേ? ഈ പെട്ടെന്നുള്ള നിശബ്ദത, പിന്നെ എൻ്റെ ഈ ചീത്ത സ്വപ്നം. ഇനി ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആലി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളാണ് ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതെന്നാ. പക്ഷെ അവളിപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അപ്പം ഞാൻ രാത്രി മുഴുവൻ എണീറ്റിരിക്കണമെന്ന് വിചാരിച്ചാൽ മതി. ആദ്യം ഒരു പ്രാവശ്യം ചെവി വെച്ച് കേട്ട് നോക്കാം. ഇതെന്താ ഒരു ശബ്ദം? എന്തോ ഒരു സാധനം തറയിൽ വീണതുപോലെ. ഇനി ആലി എണീറ്റിരിക്കുകയാണെങ്കിലും അവൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? എന്ന് വെച്ചാൽ അകത്താരും ഉണ്ട്, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ അപകടത്തിലാണ്. ഇനി എൻ്റെ സ്വപ്നം സത്യമാവാൻ പോവാണോ? പ്രിയയ്ക്ക് പകരം മുന്നേ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? ഇനി അവൾ തന്നെ ആയിരിക്കും ഇനി അകത്ത്. ആലി ഉറങ്ങുക. പക്ഷെ ഞാൻ ചില ശബ്ദങ്ങൾ കേട്ടതാണല്ലോ. ആ ശബ്ദം എന്തായിരുന്നു?
അത് ശരി. അപ്പൊ അതിന്റെ പുറകിലാണ് ആരോ ഒളിച്ചിരിക്കുന്നത് എന്ന് വെച്ച എന്റെ സംശയം ശരിയായിരുന്നു. ആരോ ഉണ്ട് ഈ റൂമില്. ഇതെന്തായി സംഭവിക്കുന്നേ? ചിലപ്പോ തോന്നും ആരോ ഈ റൂമിലുണ്ടെന്ന്, പക്ഷെ ആരുമില്ല. ചിലപ്പോ തോന്നും ആരും ഇല്ലെന്ന്. ഇനി വല്ല പ്രേതവും? ഇല്ലില്ല, ഇതെല്ലാം എന്റെ മനസ്സിന്റെ തോന്നലുകളാ. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നോണ്ടായിരിക്കും ഈ ശബ്ദങ്ങളൊക്കെ കേട്ട്. അങ്ങനെയൊന്നുമില്ല. പ്രേതം, ആത്മാവ്. പിന്നെ നോക്ക്, ഈ മഹാറാണി പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. ഇവിടെ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ആലിയ, ആലിയ, ആലിയ എഴുന്നേക്ക്, എന്നിട്ട് എന്നോട് സംസാരിക്ക്. ആലിയ, ഇവൾ എഴുന്നേക്കുന്ന ഒരു ലക്ഷണമില്ലല്ലോ. ആലിയ എഴുന്നേക്ക്. ആലിയ, ആലിയ എഴുന്നേക്ക്, എണീച്ച് എന്നോട് സംസാരിക്ക്. കള്ളു കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണോ? ഇവളുടെ കണ്ണ് തുറക്കുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ആലിയ എഴുന്നേക്ക്. ഒന്നുകിൽ നീ എന്നെ നിന്റെ അടുത്ത് കിടക്കാൻ അനുവദിക്കുക, ഇല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ആലിയ! ഈ തനു ഇങ്ങനെ കിടന്ന് വിളിക്കുന്ന കേട്ടാ ആലിയ എഴുന്നേറ്റില്ലെങ്കിലും വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ എഴുന്നേക്കും. ആലിയ! ഇല്ലില്ല, ഇവിടുത്തെ ചെയ്യാൻ പാടില്ല. ആലിയയ്ക്ക് ബോധം വന്നാലോ, മൂന്നാമതൊരാൾ ഇവിടേക്ക് വന്നാലോ, എനിക്ക് ദിശയ്ക്കും പ്രശ്നമാവും. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ആലിയ! ഇല്ല ഇല്ല, ആലിയ എഴുന്നേൽക്കരുത്. പിന്നെ ഈ തനുവിന് എന്താ ഉറക്കം വരാത്തത്? ഇവളെല്ലാ പ്ലാനും തകർക്കുന്ന തോന്നുന്നു. എടി, ഈ രാത്രി കിടന്ന് കറന്ന് എന്തിനാ? സമയം എത്രയെന്ന് കണ്ടോ? ഞാൻ എന്ത് അത് ഞാൻ ഇത് എന്നൊക്കെ പറയുന്നത്? ഇത് നമ്മുടെ വീടാണ്, ഹോട്ടലൊന്നും അല്ല. എപ്പ വേണമെങ്കിലും എണീക്കാനും ഒച്ച വെക്കാനും. എനിക്ക് ആക്ച്വലി ഉറക്കം വരുന്നില്ലായിരുന്നു, അതുകൊണ്ട്. നിനക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നാണോ? മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കോണം. അഥവാ ഉറക്കം വരുന്നില്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും ക്ലബിൽ പോയി ഒച്ച വെക്ക്. ഇനി നീ എന്റെ ഉറക്കം കെടുത്തിയാൽ നിനക്ക് എന്റെ ദേഷ്യം അറിയാലോ? എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്റെ ദേഷ്യം അറിയില്ല. ഓഹോ, നിനക്കും ദേഷ്യം വരാറുണ്ടല്ലേ? എങ്കിൽ ശരി, കാണിക്കുന്നിന്റെ ദേഷ്യം. അയ്യോ, എന്തോ എൻ്റെ ഇതെന്താ ചെയ്യുന്നത്? പ്ലീസ് ഈ സമയത്ത് വഴക്കുണ്ടാക്കരുത്. നിങ്ങളുടെ ഈ ശബ്ദം കേട്ട് ഇനി വേറെ ആരെങ്കിലും വന്നാലോ? എന്തു പറ്റി? നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ഇപ്പൊ എനിക്ക് മൂടില്ല ദേഷ്യപ്പെടാനായി. ഞാൻ നിങ്ങൾക്ക് എന്റെ ദേഷ്യം നാളെ കാണിച്ചു തരാം. ഓ, നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, നാളെ പറയാൻ കാണിക്കാന്നൊക്കെ. ഞാൻ നിന്നോട് ഇപ്പൊ പറയാണ്, ഇനി നീ ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്റെ ഉറക്കം എങ്ങാനും പോയാലുണ്ടല്ലോ, ഞാൻ നിന്റെ അവസ്ഥ വളരെ മോശമാക്കും. പോയിടുന്ന്.